സിദ്ധു അകത്ത് പോയത് തന്നെ വലിയ കാര്യം. ഇതൊരു ഷോക്കായിരിക്കും എല്ലാവർക്കും. ആ ഷോക്കിൽ നിന്ന് പെട്ടെന്നൊന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല, പ്രത്യേകിച്ച് ദേവികയ്ക്ക്. അവള് പതുക്കെ തളരാൻ തുടങ്ങും. തളർന്ന അതിന്റെ ഗുണം എനിക്ക്. എപ്പോഴും സ്വന്തം ഗുണം മാത്രം നോക്കിയാൽ മതി. മറ്റുള്ളവർ ഇവിടെ തീ തിന്നാ ജീവിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും ശരത്തെ. കുറച്ചുകൂടി കാത്തിരുന്നാ മതി. കാത്തു കാത്ത് മടുത്തു. എത്രയും പെട്ടെന്ന് എനിക്ക് കുറച്ച് കാശ് വേണം. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ആദ്യം ദേവിക എന്തിനാ സ്റ്റേഷനിലേക്ക് പോയതെന്ന് അന്വേഷിക്കുക. അതൊരു അപകടം പിടിച്ച പോക്കല്ലാന്ന് ഉറപ്പുവരുത്തണം. അതാണ് ശരത്ത് ഇപ്പൊ ചെയ്യേണ്ടത്. ശരി. മോന് നല്ല വിശപ്പുണ്ടായിരുന്നു അല്ലേ? വിശപ്പൊട്ടായിട്ടല്ല മുത്തശ്ശി, സങ്കടം വന്നാ ഞാനിങ്ങനെ നല്ലോണം ഭക്ഷണം. അപ്പൊ സങ്കടം വന്നില്ലെങ്കിലോ? അപ്പോഴും ഇങ്ങനെയല്ല, നല്ലോണം ഭക്ഷണം കഴിക്കും. ഇത് നിന്റെയും കൂടി വീടല്ലേ, ഇഷ്ടമുള്ള അത്രയും കഴിക്കാം. ആരും ഒന്നും പറയില്ല. എപ്പോ എത്തി? കുറച്ചേരം ആച്ചാ. സിദ്ധുവിനെ റിമാൻഡ് ചെയ്തു, അറിഞ്ഞില്ലേ? അറിഞ്ഞു. ചെയ്യാത്ത കുറ്റത്തിനാ സിദ്ധു പകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് പോയതിനേക്കാൾ വേഗത്തിൽ ജാമ്യം കിട്ടി തിരിച്ചു വരും. കാണാം. കാണാം. സിദ്ധു അങ്ങനെ ചെയ്ത് എനിക്ക് മനസ്സിലാവും. അവന്റെ കാമുകിയെ തൃപ്തിപ്പെടുത്തണം. ദേവിക അതിന് കൂട്ടുന്ന എത്ര ആലോചിച്ചിട്ടും പിടികിട്ടണം. അതുമാത്രമല്ല, എന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയ കേസിലെ ഒരു പ്രതിയെ കോടതി ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോ ചെന്ന് കണ്ടത് ഒട്ടും ശരിയായില്ല. ദേവിക അത് ചെയ്യാൻ പാടില്ലായിരുന്നു, പ്രിയം ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ശരിയാ. അവര് ഇവനോടല്ലേ കൂറ് കാണിക്കേണ്ടിയിരുന്നത്. എന്തുമാത്രം വിഷമം തോന്നിക്കാണുവിന്, അല്ലേ മോനെ? പിന്നല്ല, സിദ്ധു തെറ്റ് ചെയ്തെന്ന് ഞങ്ങളാരും വിശ്വസിച്ചിട്ടില്ല. സിദ്ധുവിനെന്താ ചതി പറ്റിയത്? വളരെ വ്യക്തമായിട്ട് കാർ CCTV കാണാം. ആ കാർ വേറെ ആരെങ്കിലും ഓടിച്ചതാണെങ്കിലോ? എങ്കിൽ അത് പറയാമല്ലോ, ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇതവൻ തന്നെയാ, ഒരു സംശയം വേണ്ട. പിടിച്ചപ്പോ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടണമല്ലോ, അതിനു വേണ്ടിയാ ഈ നുണ മുഴുവൻ പടച്ചുവിടുന്നത്. അതെ, ദേവിയെ കെട്ടാൻ പോകുന്നയാളാ സിദ്ധു. അങ്ങനെ ഒരാളെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും രക്ഷിക്കേണ്ട ബാധ്യത ദേവിയമോക്കാം. അത് ദേവിയമോള് ചെയ്യും. അതിലാരും പരിഭവം വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒന്നും ഇവിടം കൊണ്ട് തീരാൻ പോകുന്നില്ല ശരത്തെ. അന്വേഷണം നടക്കുവാണ്. അത് കഴിയട്ടെ. അത് കഴിഞ്ഞറിയാം നെല്ലേതാ പതിരേതാന്ന്. ജാമ്യം കിട്ടിയില്ലേ അല്ലേ? ഇല്ലച്ച. ഞാനിതെങ്ങനെ സഹിക്കും അമൃത? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോൻ. പ്രേമ ഇങ്ങനെ തന്നെയല്ലേ അച്ഛ അകത്ത് കിടന്നത്? ആരോ നമുക്കെതിരെ കളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഞാൻ കരുതിയത് വക്കീലായതുകൊണ്ട് കുഞ്ഞളിന് എളുപ്പത്തിൽ ജാമ്യം കിട്ടുമെന്നാണ്. പക്ഷേ കോടതി ആ ഒറ്റ കാരണം കൊണ്ടാണ് ജാമ്യം നിഷേധിച്ചത്. നിയമം പരിപാലിക്കാൻ കൂട്ടുനിൽക്കേണ്ട ആള് അത് തെറ്റിച്ചതിൽ കോടതിക്ക് നല്ല ദേഷ്യമുണ്ടത്രേ. കള്ളക്കേസാണെന്ന് പറയാമായിരുന്നില്ലേ? സിദ്ധു ആരാണെന്നും എന്താണെന്നും ആ ജഡ്ജിക്ക് നല്ലപോലെ അറിയാമായിരിക്കുമല്ലോ. എന്നിട്ടും എന്തിനാ എന്റെ മോനെ അവർ ജയിലിലേക്ക് അയച്ചത്? കോടതിയിൽ തെളിവുകളല്ല അച്ഛാ പ്രധാനം. തെളിവുകള് കുഞ്ഞളിയന് എതിരായിരുന്നു. ദേവിക അവൾ വന്നിരുന്നോ കോടതിയിൽ? വിഷമമുണ്ട്, പക്ഷേ ദേവിക അത് ഒട്ടും പുറത്തു കാണിച്ചില്ല. നല്ല ധൈര്യത്തോടെ തന്നെ ദേവിക നിന്നു. അതിനാ കുട്ടിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. തെറ്റ് ചെയ്യാത്ത ഒരാളെ കള്ളക്കേസുണ്ടാക്കി അകത്തിടുമ്പോൾ എങ്ങനെയാണോ യാത്രയാക്കേണ്ടത് അതേ രീതിയിലാ ദേവിക കുഞ്ഞളിയനെ യാത്രയാക്കിയത്. പക്ഷേ ചന്ദ്ര ആഘോഷിക്കുകയായിരുന്നു. അവൾക്കായിരുന്നു സന്തോഷം മുഴുവൻ. അവള് സന്തോഷിക്കുമല്ലോ.
അവളുടെ ശത്രുവായിരുന്നല്ലോ സിത്തു. എന്തായാലും വക്കീലിനെ ഉടനെ കാണണം. ഇനി എന്തൊക്കെയാ വേണ്ടതെന്ന് ചോദിക്കണം. അത് ചെയ്യണം. നമ്മുടെ അലംഭാവം കൊണ്ട് സിത്തു ഒരു നിമിഷം പോലും അധികം ജയിലിൽ കിടക്കാൻ ഇടവരരുത്. പ്രേമ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു ഈ അവസ്ഥ. അച്ഛൻ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഇത് എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. ഓരോ ദിവസം കഴിയുന്തോറും പ്രശ്നങ്ങൾ വഷളായി വരുന്നത്. ഇതൊക്കെ എന്ന് അവസാനിക്കുമെന്തോ. അത് കാണാൻ ഞാനുണ്ടാവണമെന്നില്ല. ഇങ്ങനെയാണ് പോക്കെങ്കിൽ അധികം വൈകാതെ എന്നെ മാവ് വെട്ടി ദഹിപ്പിക്കേണ്ടി വരും. സിദ്ധു റിമാൻഡിലായത് ഞങ്ങൾക്കും വിഷമമുണ്ട്. തെളിവ് മുഴുവൻ വക്കീലിനെതിരാ. പിന്നെന്ത് ചെയ്യും? എന്നോട് തന്നെ സാർ വരാൻ പറഞ്ഞു. ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇപ്പം അറ്റംപ്റ്റ് ടു മർഡറാണ്. ആ സ്ത്രീ മരിച്ചാൽ അത് മർഡർ കേസാവും. വേറൊന്നുമല്ല, പ്രഭാവതിയും ദേവികയും തമ്മിൽ എങ്ങനെയായിരുന്നു? നിങ്ങൾ തമ്മിൽ അത്ര അടുപ്പുണ്ടാകാൻ സാധ്യതയില്ലല്ലോ, അല്ലേ? അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത്. എന്നെയും കേസിൽപ്പെടുത്താനുള്ള പരിപാടിയാണോ? എങ്കിൽ ആദ്യമേ ഒന്ന് പറയണം. മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് നടത്താമല്ലോ. ആദ്യം ഞങ്ങൾ തമ്മിൽ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനമായപ്പോഴേക്കും പ്രഭാവതി അമ്മയുടെ മനസ്സ് മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം? സ്വന്തം മകനെ അവർ തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നു. എന്നുവെച്ചാ ശരത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലം അവർക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു. അറിഞ്ഞാലും വിശ്വസിക്കില്ലായിരുന്നു. പിന്നെ എല്ലാം മനസ്സിലായി തുടങ്ങിയത്. സാർ, ഇവിടെ നടന്ന പല കൊലപാതകങ്ങളും നടത്തിയിരിക്കുന്നത് ശരത്ത. അതിലെന്റെ ഭർത്താവ് മുതൽ അവന്റെ സ്വന്തം ചേട്ടൻ വരെയുണ്ട്. സ്വന്തം ചേട്ടനോ? അതെ, സ്വന്തം ചേട്ടനായ ശ്രാവണിനെ കൊന്നതും ശരത്ത് തന്നെയാ. ആ വിവരം അറിഞ്ഞപ്പോഴാണ് പ്രഭാവതി അമ്മ പൂർണ്ണമായിട്ടും മാറിയത്. സത്യത്തിൽ പ്രഭാവതി അമ്മ അറിഞ്ഞ വിവരങ്ങൾ പുതിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനോട് കണ്ട് പറയാനാ ഞങ്ങളിന്ന് പോകാനിറങ്ങിയത്. കഷ്ടകാലത്തിന് ഒരു ഓട്ടോ പോലും കിട്ടിയില്ല. എന്നാൽ സ്റ്റാൻഡ് വരെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അപകടം ഉണ്ടായത്. എന്നുവെച്ചാ ശരത്തിന്റെ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റു ബന്ധങ്ങളൊന്നും അവന് പ്രശ്നമില്ല എന്നർത്ഥം, അല്ലേ? അതെ, സ്വന്തം ചേട്ടനെ കൊന്നവൻ ആരെ വേണമെങ്കിലും കൊല്ലും, സ്വന്തം അമ്മയെ പോലും.